എങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി മുത്തശ്ശി. ശരി. ശരി, പൂർണിമയെ പോലെ തിരക്കുള്ള ഒരാളെ തടഞ്ഞു നിർത്തുന്നത് ശരിയല്ലല്ലോ. അതെ അതെ, കോടികളുടെ ബിസിനസ് അല്ലേ പൂർണിമ നോക്കി നടത്തുന്നത്. അപ്പൊ പിന്നെ തിരക്കുണ്ടാവും. ഏതായാലും പൂർണിമയ്ക്കൊരു ഹെൽപ്പായിട്ട് അഷിത ഉടനെ അങ്ങ് എത്തുമല്ലോ. അത് ആന്റി പറഞ്ഞത് ശരിയാ. അഷിതയും കൂടി വന്നിട്ട് എല്ലാ ബിസിനസ്സും പൃഥ്വി അഷിതയെ ഏൽപ്പിച്ചിട്ട് ഒന്ന് സ്വസ്ഥാവണമെന്ന എന്റെ ആഗ്രഹം. ദുർഗ ഇടയ്ക്ക് വരണം കേട്ടോ. ധ്വനിമോൾക്കത് വലിയ സന്തോഷാവും. വരാൻ ചേച്ചി. എല്ലാരോടുമായിട്ട് പറയാ, കല്യാണത്തിന്റെയോ അല്ലാതെയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ എന്നോട് പറയണം. അതിപ്പോ ഞങ്ങള് പറയാതെ തന്നെ മോളെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അല്ലമ്മേ? അതെ അതെ, ഒരു കല്യാണ വീടായാൽ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ ആരും ഒന്നും അറിയുന്നില്ല. പൃഥ്വിയുടെ കല്യാണം എന്റെ സ്വപ്ന. അവിടെ ഒരു കുറവും വരരുതെന്ന എന്റെ ആഗ്രഹം. എല്ലാം ഞങ്ങളുടെ അക്ഷിമോളുടെ ഭാഗ്യം. ആ, അഞ്ചു വരുന്നുണ്ടല്ലോ. വാ. ആ ഇന്ദിര ടിവിയിലെ പൂർണിമ മാഡം അല്ലേ അത്? അതെ, ചേച്ചിയുടെ അനിയനെയാ അശി കല്യാണം കഴിക്കുന്നത്. ഓ ലക്കി. എനിക്ക് മാഡത്തെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. നീ ഒന്ന് പരിചയപ്പെടുത്തിത്താ. അതിനെന്താ, വാ ചേച്ചി. ചേച്ചിയുടെ ഒരു ഫാനാ ഇവള്. ഓ, ചേച്ചിനൊന്ന് പരിചയപ്പെടണമെന്ന്. ഹായ്. ഹായ്, എന്താ പേര്? ദേവിക. ആ, ഓക്കെ. ഇവൾക്ക് ജേർണലിസം വളരെ ഇഷ്ടമായിരുന്നു. TV റിപ്പോർട്ടേഴ്സിനെ പോലെ സംസാരിക്കാനൊക്കെ അറിയാം. ഓ ഗ്രേറ്റ്. ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജേർണലിസത്തിന് പോവാൻ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. കഴിവുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ഡിഗ്രി വേണമെന്നൊന്നുമില്ല. ദേവികയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി അവസരമുണ്ട്. ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നമുക്ക് വേണ്ടത് ചെയ്യാം. കോൾ അടിച്ചല്ല. താങ്ക് യു മാഡം. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി.